അരൂരിലെ ഉയരപ്പാത നിർമ്മാണത്തോടനുബന്ധിച്ച് ഗതാഗതം നിയന്ത്രിക്കുമെന്ന് ആലപ്പുഴ കളക്ടർ. ഗർഡർ സ്ഥാപിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകും. ഓരോ ആഴ്ചയിലെയും വർക്ക് ഷെഡ്യൂൾ പോലീസിന് കൈമാറണമെന്ന് നിർമ്മാണ കമ്പനിയോട് നിർദ്ദേശിച്ചു. നാളെ സുരക്ഷാ ഓഡിറ്റ് തുടങ്ങുമെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം ഈ ഗർഡർ ഉയർത്തിയ സമയത്ത് അതിനിടയിൽ കൂടെ ട്രാഫിക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേലിലും അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സ്പാനിൽ വർക്ക് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആയിരിക്കണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർക്കിന്റെ ഒരു ഷെഡ്യൂൾ, ഒരാഴ്ചത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നൽകണം. എല്ലാ ആഴ്ചയും പോലീസിന് കൈമാറുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ സേഫ്റ്റി ഓഡിറ്റ് ടീം, നമ്മുടെ റൈറ്റ്സിന്റെ ടീം നാളെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാനായി ലിഡിയ, ഗതാഗതം എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ് കളക്ടർ പറയുന്നത്? ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? നടന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയും കളക്ടറുമായി നടന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു തീരുമാനമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടും. മാത്രമല്ല, വഴിതിരിച്ചു വിടുന്ന റോഡുകളും കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി അറിയിക്കുകയും ഒക്കെ ചെയ്യും. ഈ റോഡുകൾ, ഈ വഴിതിരിച്ചു വിടുന്ന റോഡുകൾ കൃത്യമായിട്ട് ശരിയാക്കും. അതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ശേഷമാകും ഇത് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ ആഴ്ചയിലെയും വർക്ക് ഷെഡ്യൂൾ പോലീസിന് കൈമാറേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് ജോലി നടക്കുന്നത്, എവിടെയൊക്കെ വഴി തിരിച്ചു വിടണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗർഡർ സ്ഥാപിക്കുമ്പോൾ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ മുൻപ് തന്നെ നൽകും. ബാരിക്കേഡുകൾ വെച്ച് ഗതാഗതം നിയന്ത്രിച്ച ശേഷം മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നൽകും എന്നുള്ളത് കൂടിയാണ്. കൂടുതൽ പോലീസ് ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരെയും റോഡിൽ നിയമിക്കുകയും അതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. നാളെ ഈ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷാ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കാനുണ്ട്. അതിൽ അപകട സ്ഥലം സ്റ്റേറ്റ് ടീം സന്ദർശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലും കൂടുതൽ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. കൊച്ചിയിൽ നിന്ന്